Welcome to another class of microprocessors and interfacing. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8086 മൈക്രോപ്രൊസസ്സറിൻ്റെ ആർക്കിടെക്ചർ, ബ്ലോക്ക് ഡയഗ്രാം, ഇൻഡിവിജ്വൽ ബ്ലോക്ക് എക്സ്പ്ലനേഷൻ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 8086ൻ്റെ മെമ്മറി സെഗ്മെൻറ്റേഷനെ കുറിച്ച് നോക്കാം. എന്താണ് മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പോർഷൻസ് അല്ലേ. മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറീനെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നതിനെയാണ് മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു മെയിൻ മെമ്മറി, നമ്മുടെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ഈ പ്രോസസ്സറിൻ്റെ ഔട്ട് സൈഡാണ്. പ്രോസസ്സറിൻ്റെ ഇൻസൈഡത്തെ കാര്യമല്ല ഈ പറയുന്നത്. പ്രോസസ്സറിൻ്റെ ഔട്ട് സൈഡുള്ള മെയിൻ മെമ്മറീനെ നമ്മൾ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫെച്ചും എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് വളരെ ഈസി ആയിട്ട് പ്രോസസ്സറിന് ചെയ്യാൻ പറ്റും. മെമ്മറീനെ ആക്സസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഇങ്ങനെ സെഗ്മെൻറ്റ്സ് ആക്കി കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ 8086ൽ 20 അഡ്രസ് ബസ്സാണുള്ളത്. 20 അഡ്രസ് ബസ് കൊണ്ട് 1 MB മെമ്മറീനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈച്ച് മെമ്മറി സെഗ്മെൻറ്റ്സ് ഇസ് 64 KB. ഈച്ച് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് 64 KB ആണുള്ളത്. ഓക്കെ, എന്നാലും 1 MB നമ്മൾ യൂസ് ചെയ്യുന്നില്ല. 64 KB വെച്ചിട്ടുള്ള 4 സെഗ്മെൻറ്റ്സ് യൂസ് ചെയ്യുകയാണ്. ബാക്കിയുള്ള സ്പേസ് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണം. നമ്മുടെ മെമ്മറിയിലുള്ള സെഗ്മെൻറ്റ്സിനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൈക്രോ പ്രോസസ്സറിനകത്തുള്ള കാര്യങ്ങളല്ല, അത് അകത്തുള്ളതെല്ലാം പറഞ്ഞു. ഇനി ഈ മെമ്മറീനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഓക്കെ, മെമ്മറി സെഗ്മെൻറ്റിലെ 4 സെഗ്മെൻറ്റ്സ്: കോഡ് സെഗ്മെൻറ്റ്, ഡേറ്റ സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്. കോഡ് സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹോൾസ് എ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ കോഡ്. ഡേറ്റ സെഗ്മെൻറ്റ്സ് സ്റ്റോഴ്സ് ഡേറ്റ ഓഫ് ദ പ്രോഗ്രാം. എക്സ്ട്രാ സെഗ്മെൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹോൾസ് എക്സ്ട്രാ ഡേറ്റാസോ അല്ലെങ്കിൽ എക്സ്റ്റൻഡ് ഡേറ്റാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യും. സ്റ്റാക്ക് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് യൂസ് ചെയ്യുമ്പോൾ ആ സ്പേസാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാക്ക് ഉപയോഗിക്കുമ്പോൾ സ്റ്റാക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ്സ് അല്ലെങ്കിൽ സബ് റൂട്ടീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്മറിയാണ്, എന്തെങ്കിലും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇനി മെമ്മറീനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെമ്മറി അഡ്രസ്സ് വേണം. ഈ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നതാണ് ഫിസിക്കൽ അഡ്രസ്സ്. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 8086ലെ അഡ്രസ് ബസ് എന്ന് പറയുന്നത് 20 ബിറ്റാണ്. നമുക്കിതിൽ അറിയേണ്ട രണ്ട് ടേംസാണ് ബേസ് അഡ്രസ് ആൻഡ് ഓഫ്സെറ്റ് അഡ്രസ്. ബേസ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഈ പറയുന്ന മെമ്മറീനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബേസ് അഡ്രസ്, ഓഫ്സെറ്റ് അഡ്രസ്, ഫിസിക്കൽ അഡ്രസ്, ഇങ്ങനെ 3 അഡ്രസ്സുകളെ കുറിച്ച് പറഞ്ഞുതരാം. ബേസ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി സെഗ്മെൻറ്റിൻ്റെ ബിഗിനിങ് എവിടെയാണ് എന്നുള്ളതാണ് ബേസ് അഡ്രസ്സ്. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് അഡ്രസ്സ് ബിഗിനിങ് കാണിച്ചു അല്ലേ. ഓഫ്സെറ്റ് അഡ്രസ്സ് അതിൻ്റെ ഉള്ളിലത്തെ ഏത് പൊസിഷനിലാണ്, ആ ബിഗിനിങ്ങിൽ നിന്ന് ആ ഒരു ബഞ്ച് ഓഫ് മെമ്മറിയിൽ നിന്ന് ഏത് പൊസിഷനിലാണ് എന്നുള്ളത് കാണിക്കുന്നതാണ് ഓഫ്സെറ്റ് അഡ്രസ്സ്. ഒരു ബുക്കിൻ്റെ കാര്യം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ബുക്കിലെ 2nd ചാപ്റ്ററിലെ 4th മൊഡ്യൂൾ, 4th പോർഷൻ, അതായത് അല്ലെങ്കിൽ 4th പാരഗ്രാഫ് എവിടെയാണെന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ 2nd ലെസൺ എന്ന് പറയുമ്പോൾ 2, 4th പാര എന്ന് പറയുമ്പോൾ 4. അപ്പോൾ 2.4 എന്ന് പറഞ്ഞിട്ടുള്ള കറക്റ്റായിട്ട് ആ ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാരഗ്രാഫ് കിട്ടുമെന്നറിയാം അല്ലേ. അതേപോലെ പോയിൻ്റ് ചെയ്യണം ഓഫ്സെറ്റ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് മെമ്മറിയിൽ നിന്ന് ഒരു കാര്യം ആക്സസ് ചെയ്യണമെങ്കിൽ മെമ്മറിയിൽ നിന്ന് നമുക്ക് ബേസ് അഡ്രസ്സും അറിയണം, ഓഫ്സെറ്റ് അഡ്രസ്സും അറിയണം അല്ലേ. ബേസ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടും. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് പൊസിഷനിലാണെന്ന് കിട്ടും. ഈ ബേസ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഫിസിക്കൽ അഡ്രസ്സ്.
ഓക്കെ, ഫിസിക്കൽ അഡ്രസ്സാണ് ഈ മെമ്മറിനെ നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായി, ഫിസിക്കൽ അഡ്രസ്സ്, ബേസ് അഡ്രസ്സ്, ഓഫ്സെറ്റ് അഡ്രസ്സ്. ഫിസിക്കൽ അഡ്രസ്സാണ് നമ്മൾ മെയിൻ മെമ്മറീനെ ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ബേസ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും ഉണ്ടായാലേ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ബേസ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും ഒക്കെ എവിടെ നിന്ന് കിട്ടും? ബേസ് അഡ്രസ്സ് തരാനായിട്ട് നമുക്ക് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ഉണ്ട്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. നേരത്തെ മെമ്മറിയിലുള്ള 4 സെഗ്മെൻറ്റിൻ്റെ രജിസ്റ്റേഴ്സ് ബേസ് ഇൻ്റർഫേസ് യൂണിറ്റിലുണ്ട്. കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്റർ, എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ ആൻഡ് സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ. ഈ 4 യൂണിറ്റിലും അതിൻ്റെ ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഓഫ്സെറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് യുയിലാണ്, എക്സിക്യൂഷൻ യൂണിറ്റിലാണ്. ഓഫ്സെറ്റ് അഡ്രസ്സ് പോയിൻറ്റേഴ്സിൽ ബേസ് ഇൻഡെക്സ് ആൻഡ് പോയിൻറ്റേഴ്സ് ആൻഡ് ഇൻഡെക്സിലാണുള്ളത്. ഓക്കെ, 4 ഇൻഡെക്സ് ആൻഡ് പോയിൻറ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഓഫ്സെറ്റ് അഡ്രസ്സ് കിട്ടും. ഓക്കെ, അപ്പർ 16 ബിറ്റ് ബേസ് BIUയിലും ലോവർ 16 ബിറ്റ് EUയിലുമാണ് ഉള്ളത്. നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബേസ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് നോക്കിയപ്പം നമ്മളതിലൊരു ആഡർ കണ്ടു, ഒരു ALU പോലെ ഒരു സംഭവം കണ്ടു. അതെന്തിനാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാനാണെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരുന്നു. ആ അഡീഷനാണ് ഇപ്പോൾ ഈ പറയുന്ന അഡീഷൻ, ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ കോഡ് സെഗ്മെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ നിന്ന് നമുക്ക് ബേസ് അഡ്രസ്സും ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൽ നിന്ന് നമുക്ക് ഓഫ്സെറ്റ് അഡ്രസ്സും കിട്ടണം. ഡേറ്റ സെഗ്മെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഡേറ്റ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ നിന്ന് ബേസ് അഡ്രസ്സും സോഴ്സ് ഇൻഡെക്സിൽ നിന്ന് ഓഫ്സെറ്റ് അഡ്രസ്സും കിട്ടണം. എക്സ്ട്രാ സെഗ്മെൻ്റ് ആണെങ്കിൽ എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ നിന്ന് ബേസ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിൽ നിന്ന് ഓഫ്സെറ്റ് അഡ്രസ്സും കിട്ടണം. സ്റ്റാക്ക് സെഗ്മെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ നിന്ന് ബേസ് അഡ്രസ്സും സ്റ്റാക്ക് പോയിൻ്റർ അല്ലെങ്കിൽ ബേസ് പോയിൻ്റർ അതിൽ നിന്ന് ഓഫ്സെറ്റ് അഡ്രസ്സും കിട്ടണം. ഓക്കെ, ഇനി ഒരു മെമ്മറീനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കുന്ന ഒരു പിക്ചറാണിത്. മെമ്മറീനെ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. മെമ്മറീനെ 4 കോഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 സെഗ്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോഡ് സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, ഡേറ്റാ സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്. കോഡ് സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കോഡ് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് നോക്കുമ്പോൾ നമുക്കൊരു കോഡ് സെഗ്മെൻറ്റ് ബേസ് അഡ്രസ്സ് എന്ന് കാണാം. അത് കഴിഞ്ഞ് ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് കാണാം. കണ്ടോ, കോഡ് സെഗ്മെൻറ്റ് ബേസ് അഡ്രസ്സ് സ്റ്റാർട്ടിങ്ങും ഓഫ്സെറ്റ് അഡ്രസ്സ് ഇടയിലത്തെ പോർഷനും കാണിക്കും. അടുത്തത് സ്റ്റാക്ക് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് ഉണ്ട് ഏറ്റവും മുകളിൽ. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാക്ക് പോയിൻ്റർ അല്ലെങ്കിൽ ബേസ് പോയിൻ്റർ. ഓക്കെ, ഡാറ്റ സെഗ്മെൻ്റ് ആണെങ്കിൽ ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ നിന്നും കിട്ടും, സോഴ്സ് ഇൻഡെക്സിൽ നിന്നും കിട്ടും. എക്സ്ട്രാ സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ നിന്നും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിൽ നിന്നും കിട്ടും. ഇങ്ങനെയാണ് ഒരു മെമ്മറി സെഗ്മെൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം 20 ബിറ്റാണ് ഫിസിക്കൽ അഡ്രസ്സ്. ഈ 20 ബിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ 8086-നകത്തുള്ള എല്ലാ രജിസ്റ്റേഴ്സും 16 ബിറ്റാണ്. 16 ബിറ്റ് രജിസ്റ്റേഴ്സിലുള്ള കണ്ടൻറ്റിനെ വെച്ചാണ് നമ്മൾ 20 ബിറ്റ് അഡ്രസ് ബസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 16 ബിറ്റ് കണ്ടൻറ്റ് ഓഫ് സെഗ്മെൻറ്റ് രജിസ്റ്റർ ആൻഡ് 16 ബിറ്റ് ഓഫ്സെറ്റ് വാല്യൂ, ഇത് രണ്ടും കൂടെ വി ആർ ഗിവിങ് ഇറ്റ് ടു ആൻ ആഡർ സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ട് അതിനെ നമ്മൾ 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് ആക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കാണിച്ചു തരാം. ആദ്യം ഓഫ്സെറ്റ് വാല്യൂ എടുക്കുകയാണ്. ഓഫ്സെറ്റ് വാല്യൂ നമുക്ക് ഇൻഡെക്സ് രജിസ്റ്റേഴ്സും ബേസ് പോയിൻറ്റേഴ്സൊന്നും കിട്ടും. സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിൽ നിന്ന്
നമുക്ക് സെഗ്മെൻറ്റ് ബേസ് അഡ്രസ്സും കിട്ടും. ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ കണ്ടോ ആഡറിനകത്ത് കൊടുത്തു. അപ്പം ആദ്യത്തെ വാല്യൂ നമുക്കറിയാം 0 to 16, ഓഫ്സെറ്റിൽ 0 to 16 വരെയാണുള്ളത്. രണ്ടാമത്തെ സെഗ്മെൻറ്റ് രജിസ്റ്റർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം 0 to 19 ഉണ്ട്. അപ്പോൾ അതായത് 20 ബിറ്റായി. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ 16 ബിറ്റിൻ്റെ കൂടെ നമ്മൾ ഒരു 4 0 ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 0യും കൂടെ ആഡ് ചെയ്തിട്ട് എന്നിട്ട് 16 ബിറ്റും 20 ബിറ്റും കൂടെ അഡീഷൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഫിസിക്കൽ അഡ്രസ്സ് കിട്ടുന്നത് 20 ബിറ്റിൻ്റെ. ഒരു എക്സാമ്പിൾ പറയാം. ഒരു അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് 1005 ആണ്. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് 5555 ആണെന്ന് വിചാരിക്കുക. ഇനി സെഗ്മെൻറ്റ് രജിസ്റ്ററിലുള്ള അഡ്രസ്സിനെ നമ്മൾ ബൈനറി ആക്കി 1005നെ 1005 ആക്കി. ഓക്കെ, അത് കഴിഞ്ഞ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ ഒരു 4 0 ആഡ് ചെയ്തു. ഇനി ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് 5555. ഇങ്ങനെ നമ്മൾ 20 ബിറ്റ് ഡാറ്റ പ്ലസ് 16 ബിറ്റ് ഡാറ്റ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പം നമുക്ക് ഇത് അഡീഷൻ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 ബിറ്റ് റിസൾട്ട് കിട്ടുകയാണ്. അപ്പം ഇത് സിമ്പിൾ ബൈനറി ബിറ്റ് അഡീഷനാണ്. 0 + 1 1, 0 + 0 0, 0 + 1 1, 0 + 0 0, 1 + 1 0. അങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നമുക്ക് ഓരോന്നും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എഴുതി. ബൈനറി അല്ല, ഹെക്സാഡെസിമലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹെക്സ് എഴുതി. അപ്പം 155A5. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ്. അപ്പോൾ ഈ അഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ മെമ്മറി സെഗ്മെൻറ്റ് ചെയ്തിട്ടുള്ളതിന് ഏത് പോയിൻ്റ് ആണെന്നുള്ളത് കിട്ടും. ഇതാണ് മെമ്മറി സെഗ്മെൻറ്റേഷൻ. വളരെ സിമ്പിളാക്കി തന്നിരിക്കുകയാണ്. ഇതാണ് മെമ്മറി സെഗ്മെൻറ്റേഷൻ. ഈ മെമ്മറി സെഗ്മെൻറ്റേഷൻ നമുക്ക് വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു.